ഇതുപോലൊരു റാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാട്ടിയിലെ ഫാക്കൽറ്റീസാണ് ഏറ്റവും വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയത്. MDS എടുത്താൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അതിലോട്ട് പോയത്. ബാട്ടിയയ്ക്കും ബാട്ടിയിലെ എല്ലാ ഫാക്കൽറ്റീസിനും ബിഗ് താങ്ക് യു. എൻ്റെ പേര് ഡോക്ടർ അപർണ പ്രസാദ്. ഞാൻ MES ജനറൽ കോളേജിൽ ഇൻറ്റേൺ ആയിരുന്നു. സോ 2024 നീറ്റ് MDSൽ എൻ്റെ റാങ്ക് 428 ആണ്. ഇതുപോലൊരു റാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാട്ടിയുടെ കോൺസെപ്ച്വൽ ലേണിംഗ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. എല്ലാ സബ്ജക്ട്സും വളരെ നന്നായിട്ട് അവർ എടുത്തു തരാറുണ്ട്. സോ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എല്ലായ്പ്പോഴും നമ്മളെന്ത് ചോദിച്ചാലും കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരാറുണ്ടായിരുന്നു. പിന്നെ മെറ്റീരിയൽസ് എല്ലാ നോട്ട്സും നല്ലപോലെ തന്നിട്ടുണ്ടായി. ഇൻറ്റേൺഷിപ്പിന് ശേഷം കിട്ടുന്ന ഈവനിങ് 5 to 6 hours ആയിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ആഫ്റ്റർ ഇൻറ്റേൺഷിപ്പ് പിന്നെ ഒരു 10 hours per day. MDS എടുത്താൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അതിലോട്ട് പോയത്. ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും MDS പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായി. ബാട്ടിയിലെ ഫാക്കൽറ്റീസാണ് ഏറ്റവും വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവർക്കും കറക്റ്റ് ഐഡിയ ഉണ്ട് എന്ത് പഠിപ്പിക്കണം, എങ്ങനെയാണ് കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ. സോ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ബാട്ടിയയ്ക്കും ബാട്ടിയിലെ എല്ലാ ഫാക്കൽറ്റീസിനും ബാക്കി സ്റ്റാഫിനൊക്കെ എൻ്റെ ബിഗ് താങ്ക് യു.